ഈ കേരളത്തെ അത്യന്താധുനികമാക്കി മാറ്റുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ 2 ഗവൺമെൻറ്റുകളും തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിച്ച 4 മിഷനുകൾ അതിനെ അടിസ്ഥാനമാക്കിയാണ്. വ്യവസ്ഥാപിതമായി നമുക്ക് വീതിച്ചു കിട്ടുന്ന പദ്ധതി വിഹിതവും ടാക്സ് ഷെയറും മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ എത്രയോ വർഷങ്ങളുണ്ടായാലും നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് തികച്ചും നൂതനമായ 4 മിഷനുകൾ പ്രഖ്യാപിച്ച് ഓരോ മേഖലയും അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിച്ചത്. ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആർദ്രം മിഷൻ. എല്ലാ മേഖലയിലുമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളെ അത്യന്താധുനികമാക്കി മാറ്റുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശമായി എടുത്തത്. ഈ 10 വർഷക്കാലം ആ പ്രവർത്തനം അനുസ്യൂതമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് തുടരുകയാണ്. നിങ്ങളെല്ലാവരും കേട്ടതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ആരോഗ്യ മേഖലയിലും ഉണ്ടായത്. നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ വലിയ സാങ്കേതിക തികവുള്ളതും രോഗി സൗഹൃദവുമാക്കി മാറ്റുക എന്നതിൻ്റെ കൂടെ തന്നെ പുതിയ കുറേ പ്രസ്ഥാനങ്ങൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം തോന്നക്കലിൽ സ്ഥാപിക്കുകയും ലോക ശ്രദ്ധ നേടുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചു. അവിടെയും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുകയാണ്. അതുപോലെയാണ് ഇവിടെ ഇന്ന് നമ്മൾ പൂർത്തിയാക്കുന്ന ആയുർവേദ രംഗത്തുള്ള ഗവേഷണശാല. ഇവിടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന വിധം ഏറ്റവും ആധുനികമായുള്ള ആശുപത്രിയും അതോടനുബന്ധിച്ചുള്ള ഗവേഷണശാലയും നമ്മുടെ രേഖകൾ പുരാരേഖകളൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്ന മാനുസ്ക്രിപ്റ്റ് റീഡിംഗ് സെൻറ്ററും സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൻ്റെ 1ാം ഘട്ടമാണ്. 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ നല്ലൊരു മ്യൂസിയം അന്താരാഷ്ട്ര തലത്തിലുള്ളത്. അത് സ്ഥാപിക്കപ്പെടുമ്പോൾ ലോകത്തിലെവിടെയുമുള്ള ഇൻഡിജീനസ് മെഡിസിനുകൾ, പാരമ്പര്യ ചികിത്സാ രീതികൾ നമുക്കറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ ആ മ്യൂസിയത്തിൽ ക്രമീകരിക്കപ്പെടും. ഇവിടെ 300 ഏക്കർ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ആ സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്ന് കണ്ണൂർ ജില്ലാ കലക്ടറായിരുന്ന മീർ മുഹമ്മദ് IAS നേരിട്ട് വിളിച്ച് 300 ഏക്കർ സ്ഥലം കണ്ടെത്തണം, ആയുർവേദ ഗവേഷണശാല തുടങ്ങാൻ എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. കണ്ണൂരിൻ്റെ വിവിധ മേഖലകളിൽ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഈ പ്രദേശത്താണ് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചത്. ഗവൺമെൻറ് ആ സ്ഥലം അക്വയർ ചെയ്തു. ഗവൺമെൻറ് ഈ ഗവേഷണ സ്ഥാപനത്തിന് പദ്ധതി തയ്യാറാക്കി. അതിൻ്റെ 1ാം ഘട്ടം ആദ്യം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ഗവേഷണ സ്ഥാപനത്തിൻ്റെ 1ാം ഘട്ടം ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. നിരന്തരമായിട്ടുള്ള പരിശോധനയും മോണിറ്ററിങ് അത് കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇപ്പോൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നത്. സാധാരണ ഒരു കെട്ടിടം പോലെയല്ല. ഒരു ഗവേഷണശാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കിഫ്ബി ഏറ്റെടുക്കുകയും ഫണ്ട് അനുവദിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും അങ്ങനെ ലഭ്യമായിട്ടുള്ള തുകയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ ഇവിടെ SPVയെ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. കിറ്റ്കോവിനെയാണ് ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള കോൺട്രാക്ടർ, പിന്നെ ആയുഷ് വകുപ്പിലുള്ള ബഹുമാന്യരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ബഹുമാന്യമായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ആയുഷ് ഡയറക്ടർ എന്നിവിടെ എല്ലാം നേതൃത്വത്തിലാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പരിശോധന വ്യക്തമായിട്ട് നടത്തിയത്. അതെല്ലാം കുറ്റമറ്റ രീതിയിൽ വന്നപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഈ സ്ഥാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് വസ്തുത.